എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LPG ഗ്യാസ് മസ്റ്ററിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? അത് നമുക്ക് KYC ആണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് നമുക്ക് ഫോണിലൂടെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ മസ്റ്ററിംഗ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ BPCLൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ഇത് ചെയ്യുന്നത്. ഭാരത് ഗ്യാസിൻ്റെ മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. മറ്റുള്ളവർക്കും നിങ്ങൾക്ക് അത് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിൻ്റെ ഓണർഷിപ്പ് ഉള്ള ആൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം അത് ഫേസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ആ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. അല്ലാതെ ആധാർ OTP വഴിയല്ല ഈ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിനായി ആദ്യം പ്ലേ സ്റ്റോറിൽ കയറുക. അവിടെ നമുക്ക് ആധാർ ഫേസ് RD എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ വരുന്ന ആപ്പ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുക. അത് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇൻസ്റ്റാൾ ചെയ്ത് മാത്രം അവിടെ ഇട്ടാൽ മതി. അത് ഓപ്പൺ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അത് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ വീണ്ടും കയറി ഹലോ BPCL എന്ന് ടൈപ്പ് ചെയ്യുക. അത് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഓപ്പൺ ആകുമ്പോഴത്തേക്കും നമ്മളതിൽ ഓപ്പൺ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വരുന്ന ഈ ഒരു റൈറ്റ് സൈഡ് കാണുന്ന ആരോ ക്ലിക്ക് ചെയ്ത് വിടുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടുക. അപ്പോൾ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ളതുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്ന ഗ്യാസ് കണക്ഷൻ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തുകൊണ്ട് തന്നെ ഗെറ്റ് OTP എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. OTP സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തൊട്ട് താഴെ ഒരു ബോക്സ് കാണും. അതിൽ ആ ടിക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ക്രിയേറ്റ് MPIN. നമുക്ക് ഇഷ്ടമുള്ള 4 നമ്പർ 1 2 3 4 കൊടുക്കരുത്. അല്ലാത്ത ഇഷ്ടമുള്ള 4 നമ്പർ കൊടുത്തുകൊണ്ട് തന്നെ 2 പ്രാവശ്യം അത് എൻ്റർ ചെയ്തുകൊണ്ട് തന്നെ പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ MPIN ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വരും. അത് ഗോ ഡാഷ്ബോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആപ്പിലേക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ ഈ 4 നമ്പർ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആപ്പിൽ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇത് സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ വ്യൂ മോർ എന്നുള്ളത് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത പേജിലേക്ക് വന്നത് സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ കംപ്ലീറ്റ് KYC എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് ഒരു OTP കൂടെ വരും. ആ OTP നമ്മളവിടെ എൻ്റർ ചെയ്യുക. അത് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. അവിടെ നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്തൊരു ബോക്സ് കാണാം. ആ ബോക്സ് അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ഒരു പേജിലേക്കാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ ആധാറിൻ്റെ ഓതൻറ്റിക്കേഷൻ സൈറ്റ് ആണ്. നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ നമ്മൾ താഴെ ആ ടിക്ക് കൊടുത്തുകൊണ്ട് തന്നെ പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് എന്നുള്ളത് ടിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഫേസ് കറക്റ്റായിട്ട് തന്നെ വെക്കുക. വെച്ച് കഴിയുമ്പോഴത്തേക്കും റൗണ്ടിലൊരു ബ്ലൂ ലൈൻ പോലെ വരും റൗണ്ടിലായിട്ട്. അത് വന്നു കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് ഒന്ന് അടച്ചും തുറക്കുകയും ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ അത് ക്യാപ്ചർ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത് ക്യാപ്ചർ ആയിരിക്കുകയാണ്. ക്യാപ്ചർ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇതാണ് വരുന്നത്. സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് വരും. അവിടെ ഗോ ടു ബാക്ക് ഡാഷ്ബോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഓതൻറ്റിക്കേഷൻ KYC നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഡേറ്റും അവിടെ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ മസ്റ്ററിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അത്രയും മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് മറ്റുള്ളവർക്കും അത് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ആ ഒരു ഓണർഷിപ്പുള്ള ആൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. കാരണം നമുക്ക് ഫേസ് ഇങ്ങനെ ക്യാമറ ഓപ്പൺ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ആധാർ OTP വഴി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും ഇത് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ തന്നെയാണ്. അപ്പോൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.